എനിക്ക് മിക്കവാറും നാളത്തെ ദേശാഭിമാനി നോക്കിയാൽ നമുക്കറിയാം എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ടാറ്റയെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്ന് സഖാക്കന്മാരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കൊടുക്കാത്തത്. കാരണം ഈ ടാറ്റയുടെ ഈ 10,000 കോടിയുടെ പദ്ധതി ഇവിടെ വരാൻ പാടില്ല. അപ്പം ടാറ്റ കുത്തക ടാറ്റ നിയോ ലിബറലിസം ഇങ്ങനെയൊക്കെ പറയും. നിയോ ലിബറലിസം വി ഡി സതീശൻ ഇവിടെ കുത്തകകളെ എങ്ങനെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ടാറ്റ വന്നിട്ട് ഇവിടെ ആകെ കുട്ടിച്ചോറാക്കും. ഇവിടെ എന്താ പറയാ, സ്ഥലം ചെറിയ വിലക്ക് അല്ലെങ്കിൽ പാട്ടത്തിനൊക്കെ ആയിരിക്കും ടാറ്റക്ക് കൊടുക്കുക. അതൊന്നും കൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യവസായശാല വരാൻ പാടില്ല. ഇതായിരിക്കും നമുക്ക് പറയാലോ. അതായത് വിഴിഞ്ഞത്തെ കുറിച്ച് ഇപ്പോഴും ഇവര് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിന്റെ കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ്. ഇവിടുത്തെ അന്തംഗമികൾക്കല്ലാത്ത എല്ലാ ആൾക്കാർക്കും മനസ്സിലായി വിഴിഞ്ഞത്ത് എന്താ സംഭവിക്കുന്നത്. വിഴിഞ്ഞം ഈ അദാനിയുടെ 49% ഓഹരി ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുന്നു എന്ന ആ ഒരു സംഭവം, ഇതിൽ ഒരു അപാകതയും ഇല്ല എന്നും വളരെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നും എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പോഴും ഇന്നത്തെ ദേശാഭിമാനി, അത് ഞാൻ വേറൊരു വീഡിയോ പറയാം. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രമുഖ വാർത്തകൾ എങ്ങനെയൊക്കെയാണ് കൊടുത്തത് എന്ന് നമുക്ക് നോക്കാം. കേരള കൗമുദിയുടെ മെയിൻ സ്റ്റോറി കേരളത്തിൽ ടാറ്റ കപ്പൽ നിർമ്മിക്കുമെന്നുള്ളതാണ്. 10,000 കോടിയുടെ നിക്ഷേപം. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ വികസനം സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ശുഭപ്രതീക്ഷയേകുന്ന വാർത്തയാണ് 10,000 കോടിയുടെ നിക്ഷേപവുമായി ടാറ്റ വരുന്നു എന്നുള്ളത്. ഇതൊരു പക്ഷേ UDF സർക്കാരിന്, വി ഡി സതീശൻ സർക്കാരിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയാണ്. കാരണം വമ്പിച്ച മുതൽ മുടക്ക് വിദേശത്ത് നിന്ന് സ്വീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു വമ്പിച്ച മുതൽ മുടക്ക് കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് മലയാളികളെ എല്ലാവരെയും ആഹ്ലാദിപ്പിക്കുന്ന ഒരു മുഹൂർത്തം തന്നെയാണ്. MH വിഷ്ണുവാണ് ഈ സ്റ്റോറി തയ്യാറാക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനം പൂവാറിന് സാധ്യത എന്ന് പറയുന്നത്, പൂവാറിലായിരിക്കും ഈ കപ്പൽ നിർമ്മാണശാല വരുന്നത് എന്ന ഒരു വിവരം കൂടി കേരള നൽകുന്നുണ്ട് കേട്ടോ. ആ വിവരം ഇങ്ങനെയാണ്: കപ്പൽ നിർമ്മാണ മേഖലയിലേക്ക് ചുവടുവെക്കുന്ന ടാറ്റ ഗ്രൂപ്പിന്റെ ആദ്യ സംരംഭം കേരളത്തിൽ. അതായത് നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിരുന്ന LDF സർക്കാർ എങ്ങനെയാണ് ഇത്തരത്തിൽപ്പെട്ട, അതായത് വ്യവസായം തുടങ്ങാൻ വേണ്ടി വരുന്നവരെ ഏതൊക്കെ തരത്തിലാണ് സഖാക്കന്മാര് ദ്രോഹിച്ചിരുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ സാബു എം ജേക്കബിന്റെ കിറ്റക്സ് കമ്പനിയെ കേരളത്തിൽ നിന്ന് ഓടിച്ച് അവസാനം സാബു എം ജേക്കബ് തെലങ്കാനയിലാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യവസായ യൂണിറ്റ് അദ്ദേഹം തുടങ്ങിയത് തെലങ്കാനയിലാണ്. കാരണം ഇവിടെ അനുവദിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു സംരംഭം ഉണ്ടായാൽ അത് തുടക്കത്തിൽ തന്നെ അത് തടയാനുള്ള ശ്രമങ്ങൾ, അതിന്റെ മുമ്പിൽ ചുവന്ന കൊടി നാട്ടും. അങ്ങനെ ഒരിക്കലും ഒരു വ്യവസായിക്കും മനസ്സമാധാനത്തോടെ ഒരു വ്യവസായശാല കേരളത്തിൽ നടത്താൻ അവർ ധൈര്യപ്പെടില്ല. കാരണം ഈ അന്തംഗമ്മികളെ, ഈ ഗുണ്ടാ സഖാക്കളെ പേടിച്ച് കേട്ടോ. പക്ഷെ എന്താ പറയാ, സ്ഥിതി മാറുകയാണ്. കേരളത്തിൽ പുതിയൊരു വ്യവസായ അന്തരീക്ഷം നിലവിൽ വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ കഴിഞ്ഞ 2 മാസം ആവുന്നേ ഉള്ളൂ വി ഡി സതീശൻ അധികാരമേറ്റിട്ട്. അപ്പോഴത്തേക്കാണ് ഒരു 10,000 കോടിയുടെ ഒരു നിക്ഷേപം വരുന്നു എന്നുള്ളത്. നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ പിണറായി വിജയന്റെ തള്ളലുകൾ. പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? എത്രയാണ്? 3 ലക്ഷം കോടി 3 ലക്ഷം കോടി മുതൽ മുടക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായി വരുന്നുണ്ട് എന്ന് നമ്മളൊക്കെ പറഞ്ഞ് പറ്റിച്ചതാണ് പിണറായി വിജയൻ. നമ്മൾ ആ ഇലക്ഷന്റെ മുന്നേ കേട്ടതാണ് പിണറായി വിജയന്റെ ഈ തള്ള്. 1-2 അല്ല, 3 ലക്ഷം കോടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായി വരുന്നു. കാരണം ആ വ്യവസായി ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അന്വേഷിച്ചത്രേ. അപ്പൊ എല്ലാവരും പറഞ്ഞത്രേ ഏറ്റവും അനുയോജ്യം എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ നിങ്ങൾ പോയി മുതൽ മുടക്കണം, ഒരു പ്രശ്നമില്ല എന്ന് അവർ പറഞ്ഞത്രേ. എന്ന് പറഞ്ഞാലേ നമ്മൾ വിശേഷിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട. കാരണം പിണറായിയുടെ തള്ളലുകൾ, ഇതിനേക്കാൾ അങ്ങേപ്പുറത്തുള്ള തള്ളലുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കഴിഞ്ഞ തവണത്തെ വ്യവസായ മന്ത്രി ആരാണ്? രാജീവ്.
പി രാജീവ് നടത്തിയ തള്ളലുകൾ അതും നമ്മൾ കേട്ടതല്ലേ. അതാണ് കേരളത്തിൽ വ്യവസായശാലകൾ കൊണ്ട് നടക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുക, വിദേശങ്ങളിലെ വ്യവസായികൾ മുഴുവനും വിമാനത്തിൽ കയറിയാണ്ട് കൊണ്ട് വരികയാണത്രേ കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ. എത്ര 2 ലക്ഷം സംരംഭങ്ങളാണ് അത്രേ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായത്. അത്ര 2 ലക്ഷം സംരംഭങ്ങൾ ഉണ്ടായത്രേ. എവിടെ ഒരു വമ്പിച്ച ഒരു വലിയ പ്രോജക്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പെട്ടിപ്പീടികകളും തട്ടുകടകളും ഒക്കെയാണ് പി രാജീവ് വലിയ സംരംഭങ്ങളായി കണക്കാക്കുന്നത്. കാരണം ഇവർക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണല്ലോ 10 വർഷം കേരളം അങ്ങനെ ആകെ മുരടിച്ച് ഏതാണ്ട് എത്രയാണ് 5.07 ലക്ഷം കോടി കടത്തിലേക്ക് കൂപ്പുകുത്തിയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പൊ ഏതായാലും ആ ഒരു ഇരുണ്ട കാലഘട്ടം അല്ലെ, 10 വർഷം എന്ന് പറയുന്ന പിണറായി വിജയന്റെ ഇരുണ്ട കാലഘട്ടം അവസാനിക്കുകയാണ് എന്നുള്ള ശുഭസൂചനയാണ് ഈ വാർത്ത. ഭൂമി ഏറ്റെടുത്ത് നൽകുമെന്നും വിവിധ കമ്പനികൾ നിക്ഷേപത്തിനായി വരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തെ പ്രയോജനപ്പെടുത്താനുള്ള മിഷൻ സമുദ്രയുടെ ഭാഗമാണിത്. അതാണ് വി ഡി സതീശന്റെ ആ ഒരു വലിയ സ്വപ്ന പദ്ധതി ഉണ്ടല്ലോ, മിഷൻ സമുദ്ര. അതിന്റെ ഭാഗം എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ നമുക്ക് വിഴിഞ്ഞത്തിന്റെ കൂടി സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കപ്പൽ നിർമ്മാണശാല വരുന്നത്. വൻ നിക്ഷേപവും തൊഴിലും വരുന്ന പറയുന്നത് കേട്ടോ. അനുബന്ധ മേഖലകളിൽ വൻ നിക്ഷേപവും തൊഴിലവസരങ്ങളും ഉണ്ടാവും. ടൗൺഷിപ്പ്, ആശുപത്രികൾ എന്നിവയും വരും. അപ്പൊ അതാണ് കേരളമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്ക് ഈ വാർത്ത മറ്റു പത്രങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് എന്ന് നോക്കുന്നത് സഹായകമായിരിക്കും. മാതൃഭൂമി അതേപോലെ തന്നെ മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറിയാണ്. കേരളത്തിൽ നങ്കൂരമിടാൻ ടാറ്റ പുതിയ കപ്പൽ നിർമ്മാണശാലയ്ക്ക് അതിന്റെ കൂടെയാണ് 10,000 കോടി നിക്ഷേപിക്കും. എനിക്ക് തോന്നുന്നു കേരളകൗമുദി പോലെ തന്നെ പ്രാധാന്യം മാതൃഭൂമിയും ഈ ഒരു വാർത്തക്ക് നൽകിയിരിക്കുന്നു. കേരളകൗമുദിയിൽ MH വിഷ്ണുവാണ് സ്റ്റോറി തയ്യാറാക്കിയെങ്കിൽ മാതൃഭൂമിയിൽ G രാജേഷ് കുമാറാണ്. ഇതിൽ പറയുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിൽ ഏകദേശം 10,000 കോടി നിക്ഷേപിക്കാൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചു. സർക്കാർ ഇത് അനുകൂലമായി പരിഗണിക്കുന്നെന്നും 1 മാസത്തിനകം അനുമതി നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. പദ്ധതിക്ക് ആവശ്യമായ ഭൂമി സർക്കാർ ലഭ്യമാക്കും. കേരളത്തിന്റെ സമുദ്ര മേഖലാ വികസനത്തിന് നിർണായകമാവുന്ന നിക്ഷേപമാണിത്. കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശമാണ് ടാറ്റ ഗ്രൂപ്പ് സമർപ്പിച്ചത്. എവിടെയാണ് പദ്ധതി വരുന്നതെന്ന് വ്യക്തമാക്കിയില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. പക്ഷേ MH വിഷ്ണു പറയുന്നത് അത് പൂവാറിലായിരിക്കും സാധ്യത എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും ആവട്ടെ, ഏതായാലും കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല വരികയാണല്ലോ. മറ്റൊന്ന്, ഭൂമി നൽകാൻ സർക്കാർ 1 മാസത്തിനകം അനുമതിക്ക് സാധ്യത എന്ന് പറയുന്ന ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കപ്പൽ നിർമ്മാണ മേഖലയിൽ ടാറ്റ ആദ്യം എന്ന ഒരു സബ് സ്റ്റോറി ഉണ്ട്. പിന്നെ നിലവിലുള്ളത് കൊച്ചി കപ്പൽ നിർമ്മാണശാല. അങ്ങനെ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് മലയാള മനോരമ എന്നെ അതിശയിപ്പിച്ചത്, മലയാള മനോരമയിലെ 1-ാം പേജില് ഒരു 3/4 ഭാഗം പരസ്യമായതുകൊണ്ട് ഈ ഒരു 1-ാം പേജില് US ഇറാൻ പോരാട്ടം മാത്രമാണ് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് മലയാള മനോരമയുടെ 2-ാമത്തെ 1-ാം പേജ് ഉണ്ട്. 2-ാമത്തെ 1-ാം പേജിലെ മെയിൻ സ്റ്റോറി കൂടംകുളം ആണവ നിലയം 19,000 രഹസ്യരേഖകൾ ചോർന്നു എന്നൊക്കെയാണ്. അതിലും ഈ ഒരു വാർത്ത ആ പേജിലും ഇല്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്ന മലയാള മനോരമയ്ക്ക് എന്ത് പറ്റിയടാ? മലയാള മനോരമക്ക് സതീശനോട് എന്താണ് ഇത്ര വിരോധം എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് മറ്റു പേജുകളൊക്കെ ഇങ്ങനെ തപ്പിപ്പിടിച്ചപ്പോഴാണ് മലയാള മനോരമയിൽ ഈ വാർത്ത എവിടെയോ കണ്ടല്ലോ. നിങ്ങൾ നോക്കണേ, അതായത് നമ്മുടെ ഒരു പത്രം വായിച്ചാൽ ഒന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടിയില്ല. ചുരുങ്ങിയത് ഒരു 4-5 പത്രം തന്നെങ്കിലും വായിച്ചാലേ ബിസിനസ് പേജിൽ, മലയാള മനോരമയുടെ ബിസിനസ് പേജിൽ തന്നെ മറ്റ് ബിസിനസ് വാർത്തകളുടെ അത്രയൊന്നും പ്രാധാന്യമില്ലാതെയാണ് ഒരു 2 കോളത്തിൽ കപ്പൽ നിർമ്മാണം 10,000 കോടി നിക്ഷേപത്തിന് ടാറ്റ ഗ്രൂപ്പ് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി. വളരെ ചെറിയൊരു വാർത്തയാണ്. അതിൽ പറയുന്നത് കപ്പൽ നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ വൻ നിക്ഷേപം നടത്താൻ താല്പര്യം പ്രകടിപ്പിച്ച് ടാറ്റ ഗ്രൂപ്പ്. സംസ്ഥാനത്ത് 10,000 കോടിയുടെ നിക്ഷേപം നടത്താൻ ടാറ്റ ഗ്രൂപ്പ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ടാറ്റയുടെ അപേക്ഷ വിശദമായി പരിശോധിച്ച് ഭൂമി നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ 1 മാസത്തിനകം തീരുമാനമെടുക്കും. സംസ്ഥാനത്തിന്റെ താല്പര്യം സംരക്ഷിച്ചു മാത്രമേ സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് മലയാള മനോരമ എന്ന് പറഞ്ഞ അത്യാവശ്യ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒട്ടും വായനക്കാർക്ക് പെട്ടെന്ന് കണ്ടെത്താനാവാത്ത തരത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്ന്. മലയാള മനോരമക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് കൊണ്ടാണോ, അതല്ല ഇത്രയൊക്കെ മതി എന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. മലയാള മനോരമക്ക് തെറ്റുപറ്റിയെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പോട്ടെ, ആർക്കും തെറ്റുപറ്റല്ലോ. ആരും പിണറായി വിജയന്മാരല്ലല്ലോ തെറ്റുപറ്റാതിരിക്കാനല്ലേ. ഇനിയാണ് നമുക്ക് ദേശാഭിമാനി.
ദേശാഭിമാനി ഈ വാർത്ത കൊടുക്കുമോ? ഞാൻ ഒരു വട്ടം ദേശാഭിമാനിയുടെ എല്ലാ പേജും നോക്കിയിട്ടോ, ഒരു വട്ടം ദേശാഭിമാനിയുടെ എല്ലാ പേജും നോക്കി, പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. ഇനി ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഇനിയാണ് എനിക്ക് മിക്കവാറും നാളത്തെ ദേശാഭിമാനി നോക്കിയാൽ നമുക്കറിയാം എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ടാറ്റയെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്ന് സഖാക്കന്മാരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് കൊടുക്കാത്തത്. കാരണം ഈ ടാറ്റയുടെ ഈ 10,000 കോടിയുടെ പദ്ധതി ഇവിടെ വരാൻ പാടില്ല. അപ്പം ടാറ്റ കുത്തക ടാറ്റ നിയോ ലിബറലിസം, അങ്ങനെയൊക്കെ പറയും, നിയോ ലിബറലിസം. വി ഡി സതീശൻ ഇവിടെ കുത്തകകളെ എങ്ങനെ എന്താ പറയാ, കുത്തകകളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ടാറ്റ വന്നിട്ട് ഇവിടെ ആകെ കുട്ടിച്ചോറാക്കും. ഇവിടെ എന്താ പറയാ, സ്ഥലം ചെറിയ വിലക്ക് അല്ലെങ്കിൽ പാട്ടത്തിനൊക്കെ ആയിരിക്കും ടാറ്റക്ക് കൊടുക്കുക. അതൊന്നും കൊടുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യവസായശാല വരാൻ പാടില്ല. ഇതായിരിക്കും നമുക്ക് പറയാലോ. അതായത് വിഴിഞ്ഞത്തെ കുറിച്ച് ഇപ്പോഴും ഇവര് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തിന്റെ കാര്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞ്. ഇവിടുത്തെ അന്തംഗമികൾക്കല്ലാത്ത എല്ലാ ആൾക്കാർക്കും മനസ്സിലായി വിഴിഞ്ഞത്ത് എന്താ സംഭവിക്കുന്നത്. വിഴിഞ്ഞം ഈ അദാനിയുടെ 49% ഓഹരി ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുന്നു എന്ന ആ ഒരു സംഭവം, ഇതിൽ ഒരു അപാകതയുമില്ല എന്നും വളരെ ചട്ടങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നും എല്ലാവർക്കും മനസ്സിലായതാണ്. ഇപ്പോഴും ഇന്നത്തെ ദേശാഭിമാനി, ഞാൻ വേറൊരു വീഡിയോ പറയാം. ഇന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിലുണ്ടല്ലോ, എഡിറ്റോറിയൽ പേജില് പിണറായി വിജയന്റെ അരപ്പേജ് ലേഖനാട്ടോ. ഏതായാലും പിണറായി വിജയൻ ആയിരിക്കില്ലല്ലോ എഴുതുക, ആയിരിക്കില്ല എന്നല്ല അല്ല. കാരണം പിണറായി വിജയൻ ഇമാതിരി ഒരു ലേഖനം എഴുതാനുള്ള സെൻസും സെൻസിബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരോ എഴുതി കൊടുത്തൊരു സാധനം. എനിക്ക് മനസ്സിലാവാത്തതേ, ഇവർക്കൊന്നും ഇത് ആൾക്കാർ പരിഹസിക്കില്ലേ? തലക്കെട്ട് തന്നെ സർക്കാർ ഉടമസ്ഥത തുടരണം. വിഴിഞ്ഞത്ത് സർക്കാരിന്റെ ഉടമസ്ഥത തന്നെയാണെന്നേ. ഇവരൊപ്പിട്ട കരാറാണ്. ഉമ്മൻചാണ്ടിയും ബാബുവും ഒപ്പിട്ടതിന് ശേഷം ആ കരാറ് സ്ഥിരീകരിച്ചുകൊണ്ട് അനുബന്ധ കരാറൊക്കെ ഉണ്ടാക്കി കണ്ട് പിണറായി വിജയനും വാസവനൊക്കെ ഒപ്പിട്ട കരാറാണ്. അതിൽ സർക്കാരിന്റെ ഉടമസ്ഥത തന്നെയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതക്ക് ഒരു ഭംഗവും വരുത്താൻ പറ്റില്ല. ഇത് അദാനിയുടെ കയ്യിലുള്ള ഷെയർ, അതാകെ 20-22% വരുള്ളൂ. മൊത്തം ആസ്തിയുടെ 20-22% വരുന്ന അദാനിയുടെ ഷെയർ, അതിന്റെ ഒരു 49% അദാനി വിൽക്കുന്നത്. അദാനിക്ക് 75% വരെ വിൽക്കാം. പക്ഷെ അദാനി 49% വിൽക്കാൻ വേണ്ടി പോകുന്നത്, കൈമാറാൻ വേണ്ടി പോകുന്നത്. അത് സംബന്ധിച്ച എന്താ പറയാ നടപടിക്രമങ്ങളാണ് ഇപ്പൊ നടന്നു വരുന്നത്. അതിന് പകരം എന്ന് പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദാനി വന്നിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ വരുന്ന പാർട്ട്ണറായിരുന്നു. 2 മാസം മുമ്പ് വരെ പാർട്ട്ണർ. ഭരണം പോയപ്പോ പിന്നെ അദാനി വേണ്ട. അദാനി ഏറ്റവും വലിയ കടൽക്കൊള്ളക്കാരൻ. എന്നിട്ട് പറയാണ് സർക്കാർ ഉടമസ്ഥത തുടരണം. പൊട്ടന്മാരെ, സർക്കാർ ഉടമസ്ഥത തന്നെയാണ് തുടരണം എന്ന് പറയേണ്ട കാര്യമില്ല. ഇനി ഇതിൽ പറയുന്ന ഞാനത് വേറൊരു വീഡിയോ തന്നെ പറയണത്. കാരണം ഈ പിണറായി വിജയനെ നമ്മൾ എങ്ങനെയായിരുന്നു 10 വർഷം സഹിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല.